എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ സിദ്ധാർത്ഥിനെ പരമശിവത്തിന്റെ ഗുണ്ടകള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാണ്. അപ്പൊ സിദ്ധു ആണെങ്കിൽ അടികൊണ്ട് അവശനായിട്ട് ഒട്ടും എഴുന്നേക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ അവിടെ കിടന്ന് ഇങ്ങനെ എഴയുന്ന സമയത്താണ് പതിയെ ആ ഒരു കാറിൽ പിടിച്ച് പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന നേരത്ത് നമ്മുടെ അനിരുദ്ധ ആ ഒരു കാഴ്ച കാണുന്നത്. അപ്പം എത്രയൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും തന്റെ അച്ഛനാണല്ലോ ഇപ്പൊ അടിപെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആ ഒരു പരിക്കും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അനിരുദ്ധിന് വലിയ വിഷമമൊക്കെ ആയി. അവൻ പോയി സിദ്ധുവിനെ താങ്ങി ഇങ്ങ് എടുക്കുകയാണ്. അച്ഛൻ എന്താ പറ്റിയെന്നുള്ള കാര്യം അനിരുദ്ധ് ചോദിക്കുമ്പോഴത്തേക്കിനും സിദ്ധു പറയാണ്, മോനെ ആ പരമശിവത്തിന്റെ ആൾക്കാരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ അനിരുദ്ധിന് അറിയില്ലല്ലോ പരമശിവ ആരാണെന്നും പരമശിവവും സിദ്ധുവും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് തന്നെ സിദ്ധുവിനെയാണ് നമ്മുടെ അനിരുദ്ധ് പതിയെ താങ്ങി അവന്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടുകയാണ്. അപ്പൊ ആ സമയത്ത് മുഴുവനും സിദ്ധു പറയാണ്, അച്ഛൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് മോനെ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഇതെല്ലാം തിരികെ പിടിക്കുമെന്നുള്ള കാര്യമൊക്കെ പറയാണ്. അങ്ങനെ ആ ഒരു സെറ്റിയിൽ കൊണ്ടുവന്ന് തന്റെ അച്ഛനെ ഇരുത്തിയതിനു ശേഷം അനന്യാണെങ്കിൽ ഇതാ ഓടി വരിക കേട്ടോ. അച്ഛനാണെങ്കിൽ ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇപ്പം പരിക്കോട് കൂടി കയറി വരുമ്പോഴത്തേക്കിനും അച്ഛ എന്ത് പറ്റിയതാണെന്നും ചോദിച്ച് അനന്യയും വിശ്വനും നമ്മുടെ സ്വരമോളും കൂടി അടുത്ത് കൂടുകയാണ്. അപ്പൊ ഇവരെല്ലാരും ചോദിക്കുമ്പോഴത്തേക്കിനും സിദ്ധു തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു കാര്യങ്ങള്, പുള്ളിയുടെ ജീവിതത്തിൽ മുഴുവനും ട്രാജഡികളായിരുന്നല്ലോ. സുമിത്രയുടെ കാര്യത്തിൽ മാത്രമേ കുറച്ച് സന്തോഷമായിട്ട് ആശാൻ ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സുമിത്രയെ വേർപിരിഞ്ഞതും ആശാന് നല്ല 8ന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ്. അച്ഛൻ വലിയൊരു തെറ്റ് തന്നെയാണ് അനിക്കുട്ട ചെയ്തത്. അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവാൻ പാടില്ലായിരുന്നു. നിന്റെ അമ്മയെ ചതിച്ചുകൊണ്ട് വേദിക എന്റെ ജീവിതത്തിലേക്ക് വന്നതാണ്, അവളെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള കാര്യം അനിരുദ്ധിന് മുന്നിൽ സമ്മതിക്കുകയാണ് നമ്മുടെ സിദ്ധു ഇതൊക്കെ പറയുമ്പോഴും അനിരുദ്ധ് ആണെങ്കിലോ ഒന്നും തന്നെ മറുത്ത് പറയുന്നില്ല. അച്ഛനെ ആട്ടി ഇറക്കിയതിന് തുല്യമാണ് ഇപ്പൊ ഇറക്കി വിട്ടത്. പക്ഷെ സ്വന്തം അച്ഛനാണ്. ഇതുപോലെ ഒരു ആപത്ത് സംഭവിക്കുമ്പോഴത്തേക്കിനും സിദ്ധാർത്ഥിനെ കണ്ടില്ലെന്ന് വെക്കാനായിട്ട് അനുവിന് സാധിക്കില്ലല്ലോ. അങ്ങനെ അനിരുദ്ധ പറ്റിയിലിരുന്ന് അച്ഛ എന്താണ് സംഭവം, അയാൾ എന്തിനാണ് അച്ഛനെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, അച്ഛൻ നമ്മുടെ ശ്രീനിലയം അച്ഛന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാനായിട്ടുള്ള മുഖ്യ കാരണക്കാരൻ അത് പരമശിവമാണ്. അച്ഛൻ അറിയില്ലായിരുന്നു അവൻ ഇത്രയും വലിയൊരു ഫ്രോഡാണെന്നും തന്നെ ചതിച്ചാണ് അവൻ ഇതുവരെയും തന്റെ ആ ഒരു ശ്രീനിലയം കൈക്കലാക്കിയത് എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് താൻ മനസ്സിലാക്കിയതെന്നുള്ള ആ ഒരു സത്യം അനിരുദ്ധിനോട് തുറന്നു പറയുമ്പോഴത്തേക്കിനും അനിരുദ്ധും അനന്യയും ഒക്കെ വാപൊളിക്കുകയാണ്. ഈശ്വര, അപ്പം മൊത്തത്തില് തങ്ങളുടെ ആ ഒരു കുടുംബം മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ടാണ് തന്റെ അച്ഛൻ നാട് വിട്ടത് എന്നുള്ള കാര്യം. അപ്പം ശ്രീനിലയും ഇത്രയും കാലവും സുമിത്രയുടെ പേരിൽ തന്നെ ആയിരുന്നല്ലോ. സുമിത്രാമ്മ സിദ്ധുവിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ സിദ്ധുവിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സുമിത്ര അത് തിരികെ നൽകിയിട്ടാണ് സിദ്ധുവിനോട് യാത്ര പറഞ്ഞു പോയത്. അപ്പൊ ഈ സമയമൊക്കെ സുമിത്രയോട് ചെയ്ത ആ ഓരോ ക്രൂരതയും എണ്ണി നമ്മുടെ അനിരുദ്ധിന്റെ അടുത്ത് പറഞ്ഞ്, ഞാനിനി എന്ത് ചെയ്യും, അവളെ എനിക്കിനി ഒരിക്കലും കാണാൻ സാധിക്കില്ലല്ലോ, അവള് മരണത്തിന് കീഴടങ്ങിയത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും എനിക്ക് അവളോട് മാപ്പ് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയുടെ കാരണം പുകച്ചൊരു അടി, നല്ല ഒന്നാന്തര അടി സുമിത്ര കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ആഘാതത്തിലാണ് നമ്മുടെ രഞ്ജിതയുള്ളത്. രഞ്ജിതയാണെങ്കിലോ അരവിന്ദനെ വിളിച്ചിട്ട് പറയാണ്, അതെ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ഈ കരണത്ത് വീണ അവളുടെ കൈകൾ അതിങ്ങ് വെട്ടിയെടുക്കണം എന്നുള്ള കാര്യം പറയാ. എന്റെ പൊന്ന് രഞ്ജുതേ, നീ ഇപ്പം വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെയൊന്നും അല്ല സുമിത്ര, അവള് നിന്നെക്കാട്ടിലും ഭയങ്കരിയാണ് എന്നുള്ള കാര്യം നിന്റെ കവിളത്ത് അടി വീണപ്പോ നിനക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്ത്രപൂർവ്വം വേണം സുമിത്രയെ ഒഴിവാക്കാൻ എന്നുള്ള കാര്യം അരവിന്ദൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പൊ രഞ്ജിതയാണെങ്കിൽ മൊത്തത്തിൽ കലിപൂണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അരവിന്ദനാണെങ്കിൽ സുമിത്രയുടെ നീക്കങ്ങൾ വാച്ച് ചെയ്യണമല്ലോ. അതിനുവേണ്ടി സുമിത്രയ്ക്ക് പിന്നാലെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ്. അപ്പൊ
സുമിത്രയാണെങ്കിലോ നമ്മുടെ പൂജയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. മോളെ, ദേ അച്ഛമ്മ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, അമ്മ എത്രയും പെട്ടെന്ന് തന്നെ പറ്റിയ നാളെ രാവിലെ തന്നെ അമ്മ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമെന്നുള്ള കാര്യം പറയാണ്. അപ്പൊ ഈ സംഭാഷണമൊക്കെ ഒളിച്ചു നിന്ന് നമ്മുടെ അരവിന്ദൻ കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ അരവിന്ദന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇവളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി അത് രഞ്ജിതയ്ക്ക് ചോർത്തി കൊടുക്കുക, അത് തന്നെയാണ്. അപ്പൊ പൂജ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയമ്മ, എന്താണ് ഇപ്പൊ പെട്ടെന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. മോളെ, അതെല്ലാം അമ്മ വന്നതിന് ശേഷം പറയാം. എന്തായാലും ഈ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റത്തില്ല. സരസ്വതി അമ്മ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി. സരസ്വതി അമ്മ വന്നിട്ടില്ല എങ്കിൽ സരസ്വതി അമ്മയുടെ കാര്യങ്ങൾ രഞ്ജിതയും അവളുടെ ഭർത്താവും കൂടി നോക്കിക്കോളും എന്നുള്ള ആ ഒരു കാര്യം പൂജയോട് പറയാണ്. അരവിന്ദനാണെങ്കിൽ ഈശ്വര, ആ തള്ള പോകുന്ന ലക്ഷണമൊന്നുമില്ല, മിക്കവാറും തള്ള തന്റെ തലയിലാകും എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലും കിട്ടിയ വിവരം ചൂടാറാതെ തന്നെ നമ്മുടെ രഞ്ജിതയുടെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പൊ രഞ്ജിതയാണെങ്കിൽ അവളുടെ നീക്കം അപ്പൊ അങ്ങനെയാണല്ലേ, എന്തേലും ആയിക്കോട്ടെ. അവൾ ഈ വീടിന്റെ പടി ഇറങ്ങുന്നതിന് മുന്നേ രോഹിതേട്ടൻ എഴുതി എന്ന് പറയുന്ന ആ ഒരു ഡയറി അതെന്റെ കയ്യിൽ കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ അരവിന്ദേട്ട നിങ്ങളെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അരവിന്ദനാണെങ്കിലോ, ഈശ്വര, ഇപ്പൊ ചെകുത്താനും കടലിനും നടുക്കായ ഒരു അവസ്ഥയിലാണല്ലോ താൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പൂജയാണ്. അപ്പൊ പൂജയാണെങ്കിൽ അപ്പു ഒക്കെ ആയിട്ട് അപ്പുവിന്റെ വീട്ടിലാണല്ലോ ഇപ്പൊ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീപു ആണെങ്കിൽ പങ്കജിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ ഒരു കാശിനുള്ള നന്ദി കാണിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ഒപ്പിച്ചു വെക്കുകയാണ്. മെയിനായിട്ട് പുള്ളിക്കാരൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പൂജയെയും അതുപോലെ തന്നെ അപ്പുവിനെയും തമ്മിൽ എങ്ങനെയും അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പൂജ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ അപ്പുവിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ് ദീപു. അപ്പൊ ദീപുവിന്റെ ഈ ചതിയൊന്നും മനസ്സിലാകാതെയാണ് പൂജയും അപ്പുവും ഒക്കെ ആ വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഇവരാണെങ്കിലോ സംസാരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ അപ്പുവിന് ഒരു പെണ്ണിന് ഇഷ്ടമായിരുന്നു, സ്നേഹ എന്ന് പറയുന്ന. അപ്പൊ ആ ഒരു കുട്ടി ഇപ്പോഴും അപ്പുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവള് 3-4 കല്യാണ ആലോചനകളൊക്കെ വേണ്ടാന്ന് വെച്ചു എന്നുള്ള കാര്യമൊക്കെ ദീപു ഇങ്ങനെ പൂജ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പൊ പൂജയാണെങ്കിലോ അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അപ്പുവേട്ടന് ഒരുപക്ഷെ ആ ഒരു സ്നേഹം ഇഷ്ടമായിരിക്കും. താനെന്നാ ഒരു വാലന്റൈൻസ് ഡേ എന്ന അപ്പുവേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ച സമയം അപ്പുവേട്ടൻ ഇതെല്ലാം അപ്പുവേട്ടൻ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ എഴുതി വെച്ചിരുന്നത് താൻ കണ്ടതാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ഇവൾ ആലോചിക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ ശരിയായിരിക്കും, അപ്പുവേട്ടന് തന്നെയല്ല ഇഷ്ടം, സ്നേഹിയാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ പൂജയുടെ ഉള്ളിലേക്ക് കയറി കൂടുകയാണ്. അപ്പൊ ഇതെല്ലാം ആ ഒരു കുറുക്കൻ, ഞാൻ ഉദ്ദേശിച്ചത് ദീപുവിനെയാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ചെല്ലേണ്ടടുത്ത് തന്നെ ചെന്നിട്ടുണ്ട്, അപ്പൊ ഇപ്പൊ അറിയാൻ റിസൾട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്